കേണൽ ഡിന്നി, ഉപയോഗിക്കുന്ന വാക്കുകളുടെ മെറിറ്റിൽ മാത്രം ചർച്ച നിന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്തെന്നൊരു പ്രശ്നം വരും. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ തീരുമാനം എടുക്കേണ്ടത് ഈ പറയുന്ന വാചകമേളയുടെ അടിസ്ഥാനത്തിലല്ലോ, അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇങ്ങനെ നിരന്തരം വാക്പോര്, ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രശ്നം, അതങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ശ്രീ അഭിലാഷ് തന്നെ അത് പറഞ്ഞത്. അതായത് നോക്കൂ, നമ്മുടെ ഈ രാഷ്ട്രീയം ഇത് മാറേണ്ട ആവശ്യമുണ്ടോ ഇല്ലയെന്ന് ഈ മാതൃഭൂമി TV കാണുന്ന പ്രേക്ഷകരും അവരെല്ലാം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു ഡിബേറ്റ് ഇന്നിപ്പം രണ്ട് പക്ഷത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തീരാത്ത രീതിയിലുള്ള ഡിബേറ്റായിരുന്നു പോകുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറുവശത്ത് 2 എണ്ണം പറയാൻ കാണും, പിന്നെ ഇദ്ദേഹത്തിന് 4 എണ്ണം പറയാൻ കാണും. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് അത് ഇഷ്ടമാണോ, സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അത് ആവശ്യമാണോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു ചർച്ച മാറുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു ചർച്ച, ഇന്നിപ്പം ഈ വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ വരുമ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ സംസാരത്തിൽ നിന്നും പിന്നെ വേറെ മറ്റ് വിഷയങ്ങൾ, രാഹുൽ മാങ്കൂട്ടം, പിന്നെ വന്ന് ലഹരി, അങ്ങനെയൊക്കെ വിഷയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നെന്താണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു വിഷയം വന്നു. അതിന് പകരം നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടുള്ളത്, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞു KSRTCയിൽ അവർ വന്നു കഴിഞ്ഞാൽ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതല്ല ചർച്ച ചെയ്യേണ്ടുള്ളത്. അതെങ്ങനെയാണ് അവരുടെ പ്ലാൻ എന്താണ്? അത് വെറും വാഗ്ദാനം മാത്രമാണ്. ആ പ്ലാനുകളെക്കുറിച്ചും ആ പദ്ധതികളെക്കുറിച്ചും ജനങ്ങളെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ആവണം നമ്മുടെ ചർച്ച. ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, ഈ ചർച്ച ഇതൊക്കെ ഒരു റിഫ്ലക്ഷനാണ്, നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ റിഫ്ലക്ഷനാണ്. ശ്രീ അഭിലാഷ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പണ്ടത്തെ കാലത്തെ നാടൻ ഭാഷ, നാട്ടുപ്രയോഗം, അല്ലെങ്കിൽ മണിയാശാൻ്റെ രീതി, അതൊന്നും ഇന്നത്തെ തലമുറയ്ക്കൊന്നും അതിന് ആവശ്യമില്ല. അവർ ഒരു ചെറിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിന് മാത്രം ഇഷ്ടപ്പെടുന്നതാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാർ, വീട്ടുകാർ, അവർക്കൊന്നും ഇതൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ്. ആരെന്ത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നുമല്ല. അവരെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓരോ വീട്ടിലെ പാചകവാദ ഇതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ്. അതെല്ലാം വിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പം നേരെ മറിച്ച് ആ രീതിയിലേക്ക് ഒരു ചർച്ച കൊണ്ടുപോകുന്നത് നമ്മളെ സംബന്ധിച്ചോളം രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ ഡീജനറേഷനാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ രണ്ടുപേരും, ഇപ്പോൾ ഡോക്ടർ ജിൻഡോൻ്റെ ചില നിലപാടുകൾ, ഞാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് നിലപാടെടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ അതേ വ്യക്തി ഇന്ന് ശ്രീമതി പ്രതിഭയുടെ പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ അത് അവർ പറയട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പം നമ്മൾ അതിനെ ഇന്നും എടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ. അപ്പം ഡബിൾ സ്റ്റാൻഡേർഡ്സ് അവിടെ വരുന്നില്ലേ? അത് മറുവശത്ത് ചീഫ് മിനിസ്റ്റർ, നമ്മുടെ മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ നമ്പർ 1 ആളാണ്. അദ്ദേഹമാണ് ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മളെ ആളുകൾ എങ്ങനെയാണ്, എന്തൊക്കെ രീതി അദ്ദേഹത്തിനെ കണ്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം വരുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ഇതുപോലത്തെ പ്രയോഗം ചെയ്യുമ്പോൾ താഴെയുള്ള ആളുകൾക്കും ഇതേപോലെ തോന്നും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചർച്ച മാറും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ രാഷ്ട്രീയക്കാരായിട്ട് നമ്മളെല്ലാവരും അക്രോസ് ദി ബോർഡ്, ഏത് പാർട്ടിയായാലും ശരി, ഒരു പാർട്ടിയിലും മാത്രമായിട്ടല്ല, ഞാനിതിനെ നമ്മുടെ രാഷ്ട്രീയ കൾച്ചർ മാറണം എന്നുള്ളൊരു എന്താ പറഞ്ഞ ഒരു പ്രപ്പോസലാണ് ഈ ഒരു രീതിയിലേക്കെങ്കിലും മാറണമെന്ന്. അതായത് ഈ ചർച്ചകൾ യൂസ്ലെസ് ആണ്. ഈ ചർച്ചകൾ നമുക്കൊരു പ്രയോജനമില്ല. ഈ ചർച്ചകൾ കൊണ്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഐഡിയാസ് മറ്റു കാര്യങ്ങളിലേക്ക് മാത്രം, ആ രീതിയിലേക്ക് കൂടുതൽ. എനിക്കറിയാം എല്ലാ ചർച്ചകളും ഇത് പറ്റത്തില്ല എന്ന് എനിക്കറിയാം, ചില ചർച്ചകൾ ഇങ്ങനെ പോകും. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ ഇലക്ഷനിൽ ഇതേപോലെ കാര്യത്തിലേക്ക് മാത്രം ചർച്ചകൾ പോകുന്നുണ്ടോ എന്നുള്ള വലിയൊരു ഡൗട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതേപോലെ തന്നെ റിഫ്ലക്ഷനും വരും, അതിന്റെ ഗവർണൻസിന്റെ റിഫ്ലക്ഷൻ വരും. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി ചർച്ച കൊണ്ടുപോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെ ശ്രമിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം 60 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ.